ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞ ഒരു പാവാട തയ്ക്കുക. അതായത് അമ്പർല മോഡലിൽ ഒരു പാവാട എന്ന അമ്പർല രീതിയിലല്ല കട്ട് ചെയ്യുന്നത്. ഇതിന് 2.5 മീറ്റർ തുണി മതി കേട്ടോ. ഈ മോഡൽ തയ്ക്കുന്നതിന് 2.5 മീറ്റർ മതി. ഒരു 40 ഇഞ്ച് ഇറക്കത്തിനൊക്കെ, 40 42 ഇഞ്ച് ഇറക്കത്തിനൊക്കെ, ഒരു 42-44 ഇഞ്ച് വണ്ണത്തിനും തയ്ക്കാൻ ഈ മോഡലിൽ തയ്ക്കുമ്പോൾ 2.5 മീറ്റർ മതി. നല്ല ഫ്ലെയറായിട്ട് കിട്ടുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനത്തെ ഒരു മോഡലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. 2.5 മീറ്റർ തുണി, 40 ഇഞ്ച് വീതിയാണ് ഈ തുണി ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് മടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നൈറ്റിക്കൊക്കെ മടക്കിയിടുന്ന അതേ മെത്തേഡിൽ ഇത് മടക്കിയിടണം കേട്ടോ. അതേപോലെ തന്നെ ഇത് മടക്കണം. 4ആയിട്ട് ഇതുപോലെ മടക്കിയിടണം. ഇങ്ങനെ മടക്കിയിട്ടിട്ട് ഞാനൊരു പേപ്പറിൽ നിങ്ങൾക്കിത് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് നമ്മളിത് മടക്കി എടുക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ലാതെ ഇതൊരു വലിയ തുണി ആയതുകൊണ്ട് ചിലപ്പോൾ മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതൊരു ആ തുണിയെന്ന് സങ്കല്പിക്കുക. ഇത് 4ആയിട്ട് നമ്മളിത് ഇങ്ങനെ മടക്കുക. സാധാരണ നമ്മൾ നൈറ്റിക്ക് ചുരിദാറിനൊക്കെ മടക്കുന്ന രീതിയിൽ മടക്കുക. എന്നിട്ട് ഈ മൂലയിൽ നിന്ന് ഈ താഴത്തെ മൂലയിലേക്ക് വരച്ച് കട്ട് ചെയ്യണം. ഇവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് പിടിച്ചിട്ട് ഇങ്ങനെ വരയ്ക്കണം കേട്ടോ. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്തിട്ട് ഇത് ശരിക്കും ഇങ്ങനെ വെക്കണം. അങ്ങനെ വെച്ചിട്ടാണ് ഇനി കട്ട് ചെയ്യണം. നമുക്ക് ഇതൊന്ന് നോക്കാം. ഇത് ഈ മൂലയിൽ നിന്ന് താഴത്തെ മൂലയിലേക്ക് നമ്മൾ കട്ട് ചെയ്യണം. ഇതിൻ്റെ കട്ടിങ് ഒക്കെ വെറും ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ കട്ടിങ് കഴിയും കേട്ടോ. വെരി സിമ്പിളായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ മൂലയിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കഴിഞ്ഞു, അതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. കണ്ടോ, ഇങ്ങനെ ഇടണം കേട്ടോ. താഴെയും മുകളിലും ഒക്കെ നമ്മൾ കറക്റ്റ് പിടിച്ച് വെക്കണം കേട്ടോ. ഇറക്കം കറക്റ്റ് ഇങ്ങനെ പിടിച്ച് വെക്കുക. ഇങ്ങനെ വെട്ടുമ്പോൾ നമുക്ക് നല്ല ഫ്ലെയർ കിട്ടും. ഇതിനി വേണമെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു കട്ടും കൂടെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. കാരണം എന്നാൽ എല്ലാം ഒരേ അളവിന് വരുള്ളൂ. ഇല്ലെങ്കിൽ 2 പീസ് വലുതായിപ്പോൾ. അപ്പോൾ ആ 2 പീസ് നമ്മൾ സെയിമായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് താഴേറ്റം വരെ ഒരു കട്ടും കൂടെ ചെയ്യാം നമുക്ക് വേണമെങ്കിൽ. വലിയ പീസ് മാത്രം, ഇതിൽ ചെറിയ പീസും വലിയ പീസും ആയിട്ട് വരും. അപ്പോൾ വലിയ പീസ് മാത്രം സെൻറ്ററിൽ ഒരു കട്ടും കൂടെ കൊടുക്കാം. എന്നിട്ട് നമ്മൾ എത്രയാണോ ഇറക്കം വേണ്ടത് മുകളിൽ നിന്ന് നമുക്ക് വണ്ണം, അതായത് ഇതിപ്പോൾ 8 പീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ണം 40 ഇഞ്ചാണെങ്കിൽ 5 ഇഞ്ചിൽ വെച്ച് നമുക്ക് എടുക്കാം. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ഒരു 2 ഇഞ്ചും കൂടെ ചേർക്കണം. മനസ്സിലായോ? ഒരു 5.5 ഇഞ്ചിൽ നമ്മൾ അത് എടുക്കണം. 40 നമുക്ക് അരവണ്ണം വേണ്ടിയതെങ്കിൽ 5.5 ഇഞ്ച് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. മുകളിൽ 5.5 ഇഞ്ച് എടുത്തു. ഇനി താഴേന്ന് നമ്മളിത് പിടിച്ച് കറക്റ്റ് നീളം നോക്കുമ്പോൾ ഇങ്ങനെ ക്രോസിന് ചരിഞ്ഞ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. കട്ട് ചെയ്ത് ഇനി നമുക്കിത് ചേർത്ത് തയ്ക്കാം. ഈ വലിയ പീസ് നടുക്കിരിക്കുന്നത്, ആ പീസ് നമ്മൾ ഒന്നുകിൽ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ നടുക്കൂടെ ഒരു സ്റ്റിച്ചും കൂടെ ചെയ്യുക. അപ്പോൾ എല്ലാ പീസും ഒരേ അളവിൽ വരും.
നമ്മൾ പിന്നെ ലെഹങ്കയുടെ സ്കർട്ടും സാധാരണ ഇതുപോലെ തയ്ക്കും. പക്ഷെ അത് ഇത്രയും ഫ്ലെയർ വരില്ല കേട്ടോ. ഇത് നല്ല ഫ്ലെയറിൽ നമുക്ക് കിട്ടും. ലെഹങ്ക അല്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഫ്ലെയർ കുറഞ്ഞു വരുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല, നമ്മൾ ആ കോണിൽ നിന്ന് തന്നെ കട്ട് ചെയ്യുന്നതുകൊണ്ട് ഫുൾ ഫ്ലെയറിൽ ഇത് കിട്ടും. അതുമല്ല ഇതിന് തുണി കുറച്ച് മതി. മറ്റേതിനൊക്കെ നമ്മൾ ലെഹങ്കയൊക്കെ നമ്മൾ 5 മീറ്ററിലാണ് എടുക്കുന്നത്. അത്രയും തുണി വേണ്ടി വരും. പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ലേ 2.5 മീറ്ററിൽ 40 ഇഞ്ച് വീതിയുള്ള തുണിയാണ്. 2.5 മീറ്ററിൽ നമുക്ക് ഇതേപോലെ തയ്ക്കാം. നല്ല ഫ്ലെയർ ആയിട്ട് തന്നെ ഈ പാവാടയും കിടക്കും. ഇപ്പൊ ഡിസൈനൊക്കെ ഉള്ള പൂക്കളമൊക്കെ ഉള്ള പാവാട സ്കേർട്ടിന്റെ തുണിയാണെങ്കിൽ, ഇപ്പൊ റയോൺ ആണെങ്കിൽ റയോൺ ഇതുപോലെ തുണി കിട്ടും. നമുക്ക് റയോൺ വാങ്ങാം. അതായത് നമ്മൾ ചുരിദാറൊക്കെ തയ്ക്കുന്ന റയോൺ തുണിയില്ലേ, അതുപോലത്തെ തുണികൾ നല്ല പൂക്കളൊക്കെ ഉള്ള തുണി കിട്ടും. അതിൽ ഇതുപോലെ പാവാട തയ്ച്ചിട്ട് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. അതിനാണ് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇപ്പം ഇതെല്ലാം വെച്ച് തയ്ച്ചു തീർന്നു. ഇനി അരവണ്ണം നമ്മൾ നോക്കണം. എത്രയാണ് നമുക്ക് വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും അരവണ്ണം നമ്മൾ എടുക്കുക. അത്രയും അരവണ്ണം എടുത്താൽ മതി. എടുത്ത് നമ്മൾ പട്ട വെച്ചടിച്ച് തയ്ച്ച് ഇലാസ്റ്റിക് വിട്ട് തയ്ച്ച് കഴിഞ്ഞു. ഇതിൻ്റെ ഫ്ലെയർ കണ്ടോ? അത്രയ്ക്കും ഫ്ലെയർ ഇതിൽ കിട്ടും കേട്ടോ. കണ്ടോ? ഇതാണ് സ്കർട്ട്. ഇത് പ്ലെയിൻ ആയതുകൊണ്ടാണ് നിങ്ങൾക്കിത് ഒരു ഭംഗിയായിട്ട് തോന്നാത്തത്. പക്ഷെ ഇത് ഡിസൈൻ ഉള്ളത് നല്ല ഭംഗിയാണ്. ഓക്കേ.